എൻ്റെ വാഹനം എനിക്ക് കിട്ടാൻ കുറച്ച് വൈകി. കാരണം ഡ്രൈവർക്ക് തെറ്റുപറ്റി. ഞാൻ പുറത്തേക്ക് വേറൊരു വണ്ടിയിൽ കയറി പോകുന്നതായിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കാറിൽ കയറാൻ വൈകിയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്ന് എൻ്റെ ആ ഹൊറൈസൺ ഹോട്ടലിലേക്ക് നടന്ന് വേറൊരു കാറിൽ കയറി പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് എൻ്റെ ഡ്രൈവർ വന്നു, വണ്ടിയും വന്നു. അപ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. തിരുവനന്തപുരമല്ലേ, ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ഇത്രമാത്രം വേഗതയിൽ നിങ്ങൾ വാർത്തയാക്കുന്നത്, എന്നെ ചില പ്രത്യേക തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കുറച്ചു നാൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തതിന് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ആഞ്ഞു ശ്രമിക്കുകയാണ് 24ഉം റിപ്പോർട്ടറും ഒക്കെ ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങൾ. 24ലെ റിപ്പോർട്ടർ S. ശ്രീകാന്തും ശോഭാ സുരേന്ദ്രനെ ഒന്ന് ചൊറിയാൻ ശ്രമിച്ചു. ശോഭാ സുരേന്ദ്രൻ അതൃപ്തിയാണ് എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ബിജെപിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് ഈ മാധ്യമങ്ങൾ. ശോഭാ സുരേന്ദ്രന് പിന്നാലെ പോയി വ്യാജ വാർത്തകൾ അച്ചടിക്കാൻ ലക്ഷ്യം വെച്ച് കുറച്ചേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം മറുപടി പറയാതെ മുന്നോട്ട് പോവുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. തൊട്ടു പിന്നാലെ 24 ഇത് ബ്രേക്കിംഗ് ആക്കി കൊടുക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയതിൽ ശോഭാ സുരേന്ദ്രന് എതിർപ്പ്. ഇതായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ S. ശ്രീകാന്ത് ഉണ്ടാക്കിയ വ്യാജ വാർത്തയ്ക്ക് വളരെ കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകി. നിരന്തരമായി തന്നെ കുറിച്ച് വ്യാജ വാർത്തകൾ നൽകുന്നത് പതിവ് രീതിയാണ് എന്നും ഇതിനെ അനുവദിക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. എന്തായാലും സീറ്റ് കിട്ടിയില്ല, തനിക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിമിഷ നേരം കൊണ്ട് മറുകണ്ഠത്തിൽ ചാടുന്ന സന്ദീപ് വാര്യരെ പോലെയല്ല ശോഭാ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ച ആളാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബിജെപി സംസ്ഥാന അധ്യക്ഷനാകുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നുമാണ് അവർ പറഞ്ഞത്. നാമനിർദ്ദേശ സമർപ്പണ ചടങ്ങിലും യോഗത്തിലും പങ്കെടുക്കാൻ വൈകിയെത്തിയത് കാർ കിട്ടാത്തത് കൊണ്ടാണെന്നും തന്നെ ലക്ഷ്യമിട്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിലരെ തനിക്കറിയാമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. താൻ യോഗത്തിൽ എത്താൻ വൈകിയത് കാർ കിട്ടാത്തത് കൊണ്ടായിരുന്നു. കാർ വന്നപ്പോൾ ഉടനെ തന്നെ കയറി വരികയും ചെയ്തു. തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നില്ല, ചില തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് വാർത്ത നൽകാതിരുന്നത്? ചില തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നാടിനെ നന്നാക്കാനുള്ള പ്രവൃത്തിയുടെ ഭാഗമാകാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ 24 ന്യൂസിന്റെ റിപ്പോർട്ടർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഇന്ന് അദ്ദേഹം സ്ഥാനാരോഹിതനാവും. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് വെച്ചുകൊണ്ട് സാധാരണ മുറ പോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഭാരവാഹികളുണ്ടാവും. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞത് ഇതൊരു നൈരന്തര്യമാണ്. ഇപ്പോൾ ശ്രീമാൻ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണാറുണ്ട്, ഒരു സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്ന സമയത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം ആ ചെയറിലിരിക്കും, ഓരോരോ ചെയറുകളിൽ ഇരിക്കാറുണ്ട്. അതിനുശേഷം അപ്പോ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ആ ചെയറിലിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കോർ ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടാവും, ജില്ലാ തലത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും, അതെന്താ ആ ചോദ്യത്തിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ കൂടുതൽ മേമ്പൊടി ഉണ്ടാകും. കാരണം എന്താണ്, ഒരു കമ്പനിയെ, അതായത് ഒരു കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ്, അങ്ങനെ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരമുണ്ടാകും എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ ആ പവർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ്, അത് ഉൾച്ചേർന്നുകൊണ്ട് പ്രസ്ഥാനം അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ മുഖ്യമന്ത്രിയെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ
കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു. അത് പ്രസിഡന്റ് ആര് എന്ന് നോക്കിയിട്ടല്ല, ഇത് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ എല്ലാവരും അനാലിസിസ് അല്ല, കേരളത്തിലെ ബിജെപിയിലെ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരാളെ പ്രതീക്ഷിച്ചു. അപ്പോൾ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചേരികൾ ഇല്ലാതായോ? അല്ല, അങ്ങനെ ബിജെപി ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നതും ഗ്രൂപ്പിന് അതീതമായിട്ട് ഒരാൾ എന്ന് പറയുന്നതും എല്ലാം തന്നെ ആരാണ്? അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. അതിനെ ഒന്നും ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ മികവ് അത് ഈ നാടിന് ആവശ്യമാണ്. കാരണം ഈ ഗവൺമെന്റിന്റെ അന്യായത്തിനെതിരെ പ്രതികരിക്കാൻ, പ്രതിപക്ഷത്തിന്റെ റോൾ കൃത്യമായി നിർവഹിക്കാത്ത കോൺഗ്രസിന്, UDF-നെതിരായിട്ടും പ്രതികരിക്കാൻ, പോരാട്ടം നടത്താൻ, സമരങ്ങൾ നടത്താൻ അതിന് പാർട്ടി ഓരോ കാലഘട്ടത്തിലും സജ്ജമായിട്ടുണ്ട്. അത് ഇനിയും തീവ്രമായിട്ട് മുന്നോട്ട് പോകും. കാരണം കേരളം ആ സാഹചര്യത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. 2025 3 മാസം തികയുന്നതിന് മുമ്പ് 4000 ലഹരി കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് കേരളത്തെ രക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകും.